എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി. എനിക്ക് മാത്രമല്ല, ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് 200 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കാൻ മറന്നുപോയതിൻ്റെയാണ് ഈ കഷ്ടപ്പാട്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു പാത്രത്തിൽ ചോക്ലേറ്റും ബട്ടറും ഇട്ട് കൊടുത്ത് ഇതുപോലെ വച്ച് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി മെൽറ്റായിട്ടുണ്ട്, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി പൊടിച്ചെടുക്കാം. അതിലേക്ക് 3 മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ല പതഞ്ഞ് വരുന്നവരെ അടിച്ചെടുക്കാം. അത് അടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് നന്നായി തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ മിക്സി ഇട്ട് കൊടുത്ത് നന്നായി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് മിക്സായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടിയും 1/4 കപ്പ് ചോക്ലേറ്റ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പയിലൂടെ ഇതൊന്നങ്ങ് തട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന അത്ര നമുക്ക് ടെൻഷനൊന്നുമില്ല. നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റ് പീസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ മെൽറ്റായിട്ടുള്ള ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി ഞാനൊരു കേക്ക് ടീനിലേക്ക് അല്പം ബട്ടർ തടവി മൈദയും കൂടി ഇട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കുറച്ചും കൂടെ വലിയ കേക്ക് ടീൻ ഉണ്ടെങ്കിൽ അതെടുക്കണേ. എനിക്ക് എയർ ഫ്രയറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ടിന്നെ അതിൽ കൊള്ളുള്ളൂ. അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം സമയം എടുത്തു ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 170 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. എനിക്ക് തണുക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ സ്പൂൺ കൊണ്ട് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.